ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ. അപ്പോൾ നമ്മളെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ തട്ടി വിരിച്ച് തുണികളൊക്കെ എടുത്തുകൊണ്ടുപോയി മെഷീനിലിട്ട് തിരുമ്പാൻ കേട്ടോ. അപ്പോൾ നമ്മളെ മറ്റിലെ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് തിരുമ്പി കഴിഞ്ഞോളൂ. അങ്ങനെ പിന്നെ അടിച്ചു വരാൻ വേണ്ടി വന്നു കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ചോറ്റിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്റിന് വെള്ളം വെച്ച് അതിൽ അരി ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ അടിച്ചു വരാൻ വന്നത്. അടിച്ചു വരി കഴിഞ്ഞപ്പോഴത്തേന് അത് തിളച്ചിക്കണം കേട്ടോ, ചോറ് തിളച്ചിക്കണം. അങ്ങനെ നമുക്ക് കറീൻ്റെ പരിപാടികളാണ്. ഇന്ന് പേദൽ മീനിൻ്റെ തലയാണ് കറി വെക്കണത് കേട്ടോ. കറിയായിട്ടല്ല, നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. നമ്മൾ വേറൊരു കൂട്ടുകറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ അതിക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടിട്ടോ നല്ലോണം നല്ല വാടി വന്നപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് കുടംപുളി ഇട്ട് അങ്ങനെ മീൻ കറി റെഡി ആക്കണം കേട്ടോ. തിളച്ച് വന്നപ്പോൾ പിന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുത്തു. അങ്ങനെ മീൻ കറി ഇവിടെ സെറ്റായിട്ടോ. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചാൽ അത് വെന്ത് വരുമ്പോഴത്തേന് അടുത്ത ചോറ് ഇതാ അവിടെ വെന്തകണ്. അപ്പോൾ അത് ഊറ്റിയാക്കാം കേട്ടോ. നമുക്കെല്ലാവരും വീട്ടമ്മമാർക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു ദിവസം പോണത്. അപ്പോൾ നമ്മളെ ചോറുമായി മീൻ കറിയായി. പിന്നെ നമുക്ക് കൂട്ടുകറിയാണ്. അതിൻ്റെ ഇവിടെ ഉമ്മ ഒക്കെ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. ചേമ്പും കറുത്തിയും ചേമ്പിൻ്റെ തണ്ടുമാണ് കറി. അത് ഉപ്പും മഞ്ഞളും ഇട്ടുങ്ങാണ്ട് വേവിച്ചു. പിന്നെ അതിക്ക് നമ്മൾ കുറച്ച് തേങ്ങയും ചെറുള്ളിയും കാന്താരി മുളകും ചതച്ചുങ്ങാണ്ട് ഇട്ടുങ്ങാണ്ട് അങ്ങനെ കടുക് ഇറക്കും കേട്ടോ. പിന്നെ തൈരുണ്ടെങ്കിൽ നമുക്ക് തൈര് പാരാ. ഇവിടെ തൈരില്ല, അപ്പോൾ ഞാൻ കുറച്ച് പുളിയാണ് ഇട്ടുക്കണത് കേട്ടോ. നമ്മൾ മീനുണ്ടായിന് പൊരിക്കാൻ, ചെമ്പല്ലി മീൻ, അത് പൊരിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള ഏകദേശം പണികളൊക്കെ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീൻ പൊരിച്ചാലോ അതൊക്കെ ഇവിടെ ഇട്ടു. അങ്ങനെ മീൻ വന്നിക്കണ ഒരു സൈഡ് അപ്പോൾ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളെ മറ്റേ കൂട്ടുകറിക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാണ്ട് അതിന് വേണ്ടി കുറച്ച് തേങ്ങ ഒക്കെ ചിരകി അതും ചതച്ചെടുത്ത് അത് കൂട്ടുകറിയൊക്കെ നല്ല വെന്ത് വന്നിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കുത്തിയടച്ചെങ്ങാണ്ട് ഒക്കെ കടുക് ഇറക്കുകയാണ്. കടുക് ഇറുത്ത് പിന്നെ നമ്മൾ ആ തേങ്ങയും കൂടി ഒക്കെ ഇട്ടുകൊടുത്ത് കടുക് ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെങ്ങാണ്ട് അങ്ങോട്ട് ആ കൂട്ടാനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ സെറ്റാക്കി വെച്ചെങ്ങാണ്ട് ഞാൻ പിന്നെ തുടക്കാൻ പോയി. ഞാൻ പിന്നെ തുടക്കലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റിൽ ഇരുന്നങ്ങാണ്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടോ. കുറച്ച് സാധനം വാങ്ങാണ്ടായിന്, പച്ചക്കറികളൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിന്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ കാക്ക വണ്ടിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് കാക്കാക്ക് ഇനി പോവാൻ. അപ്പോൾ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി. നല്ല ഫ്രഷ് പച്ചക്കറികളായിന് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.